ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഷോപ്പിലും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം 2 വർഷം ആവാൻ പോവാണ്. ഇതുവരെ നമ്മളെ ഓഫീസിന്റെ അല്ലെങ്കിൽ ഷോപ്പിന്റെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളൊരു ഷോപ്പിന്റെ വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത്. കാരണം കുറെ ആളുകൾ നമ്മളോട് ഫോണിലൂടെ ആയാലും മെസ്സേജിലൂടെ ആയാലും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാ വണ്ടി സ്റ്റോക്ക് ഉള്ളത്, ഓട്ടോമാറ്റിക്കല്, മാനുവല്, പെട്രോൾ ആൻഡ് ഡീസൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും ക്വാളിറ്റി കൂടിയ വണ്ടികൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. ഓണർഷിപ്പ് കൂടിയതുണ്ട്, തേർഡ് വരെ പോകുന്നതുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളിത് സ്റ്റോക്ക് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. കൂടുതൽ ക്ലെയിം ഇല്ലാത്ത വാഹനങ്ങളും മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനങ്ങൾ, കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ പുറത്തുനിന്ന് കാണിക്കാം. അപ്പോൾ നമ്മളെ ഷോപ്പിൽ ഫസ്റ്റ് നിന്ന് തുടങ്ങുന്ന വാഹനം 2013 മോഡല് i20 പ്രൗഡിക്കാണ്. ഡീസൽ. ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിമോ റീപെയിന്റോ റീപ്ലേസോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് 2013 സ്പോർട്സ് ഡീസൽ i20. പിന്നെ വരുന്നത് 2013 i10 ഗ്രാൻഡ്. ഇത് ഏകദേശം 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അടുത്തത് വരുന്നത് ഹുണ്ടായിന്റെ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക്. കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു വാഹനമാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹുണ്ടായിന്റെ i20 ക്രെറ്റയാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ളത്. അതേമാതിരി ഒരു വാഹനമാണ് 2018-19 ഡെലിവറി ഹുണ്ടായി ക്രെറ്റ ഓട്ടോമാറ്റിക് ഡീസൽ. ക്ലെയിം ഇല്ലാത്ത വാഹനമാണ്. ഇതും തന്നെ ₹1 ക്ലെയിം വരെ ഇത് ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടില്ല, റീപ്ലേസും ഇല്ല. അടുത്ത വാഹനം മാരുതിന്റെ ഇഗ്നീസ് ആണ്. 2022 മോഡൽ 23 ഡെലിവറി സീറ്റ എന്ന വേരിയന്റിൽ ക്ലെയിം ഇല്ലാത്ത വാഹനമാണ്. ₹1 ക്ലെയിം ഇതുവരെ ചെയ്തിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്തത് വരുന്നത് ഡീസൽ ഡിസയർ. 2018 ന്യൂ ഷേപ്പിൽ വരുന്ന ഡീസൽ ഡിസയർ VDI സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇതും മേജറായിട്ടുള്ള റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് വരുന്നത് ബ്രസ. 2018 VDIയിൽ 65,000 കിലോമീറ്റർ, 65 62,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇതും തന്നെ ക്ലെയിം ഇല്ലാത്ത വാഹനമാണ്. അടുത്തത് നമ്മളെ ബ്രസനാണ്. 2019 മോഡല് ZDI ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 lakhന്റെ മേജർ സർവീസ് ഷോറൂമിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഏകദേശം 4 ടയർ ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമായതുകൊണ്ട് അത്യാവശ്യം നല്ല നീറ്റുള്ള വാഹനമാണ്. പിന്നെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല ലോണും ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് ഹുണ്ടായിന്റെ ഔറ. ഔറാനെ കുറിച്ച് പറയുമ്പോൾ 2020 മോഡല്, സിംഗിൾ ഓണർ, ക്ലെയിം ഇല്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട്. SX വേരിയന്റ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. കാണാൻ നല്ല ഭംഗിയുള്ള വാഹനമാണ്. ഇന്റീരിയർ ആണെങ്കിലും എല്ലാ ഭാഗമാണെങ്കിലും. സ്റ്റെപ്പിന് ടയർ ഒന്നും ഈ വണ്ടികൾക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും സ്റ്റെപ്പിന് ടയർ തൊട്ടിട്ടില്ല. അടുത്തത് വരുന്നത് ഹുണ്ടായിന്റെ i20 ആണ്. i20 2021 സ്പോർട്സ് പെട്രോൾ ആണ്. ന്യൂ ഷേപ്പ്. ടർബോ അല്ല, 1.2 കാപ്പ എഞ്ചിനാണ് വരുന്നത്. ഇത് ഫുള്ള് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ലോണും കിട്ടും. അടുത്തതും ഒരു ബ്രസയാണ്. ബ്രസ 2019 മോഡല് ZDI പ്ലസ് ആണ് ഇത് വരുന്നത്. ഓട്ടോമാറ്റിക്കൽ ഡീസൽ, സിംഗിൾ ഓണർഷിപ്പില്. കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ബ്രസ ഡീസലിൽ ഉണ്ടോന്ന് വെച്ചിട്ട്. 2019 ലാസ്റ്റ് വണ്ടിയാണ്. ഇത് ക്ലെയിം ഇല്ലേ ഈ വാഹനത്തിന് തന്നെ. ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട്. മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലെയിമേൻ ഇല്ലാത്തൊരു വാഹനം. അടുത്തത് വരുന്നത് പോളോ പെട്രോള്. കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വാഹനമാണ്. പെട്രോള് പോളോ ഉണ്ടോന്ന് ചോദിച്ചു. 2019 മോഡൽ പോളോ പെട്രോള്, 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വാഹനം. മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 ടയർ ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അലേവിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കംഫർട്ട് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്.
അത്യാവശ്യം ലോണും കിട്ടും വണ്ടിക്ക്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു. പിന്നെ അതുപോലെ തന്നെ ഹോണ്ട ജാസ് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചതായിരുന്നു. ഇന്നിപ്പോ ഒരു ടീം വന്നിട്ട് അത് അഡ്വാൻസ് ചെയ്ത് പോയിട്ടുണ്ട്, ലോണിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ശരിയായില്ലെങ്കിൽ അപ്പൊ നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് വരുന്ന വാഹനങ്ങള്. പിന്നെ നമ്മളെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് വൈലത്തൂരിന്ന് പുത്തനത്താണി റൂട്ടിലാണ്. തിരൂരിന്ന് വരുന്നവരാണെങ്കിൽ തിരൂരിന്ന് പുത്തനത്താണി റൂട്ടിലാണ്. വൈലത്തൂര് കഴിഞ്ഞിട്ട് ഒരു 500 മീറ്റർ പോന്നാൽ മതി. പിന്നെ വാഹനങ്ങൾ ക്വാളിറ്റി കാറുകൾ മാത്രം നോക്കുന്നവരാണെങ്കിൽ ധൈര്യത്തിൽ പോരി. സിംഗിൾ ഓണർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി നോക്കുന്നത്, മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനങ്ങൾ. അതുപോലെ തന്നെ ഇതിന് ഏകദേശം എല്ലാ വാഹനങ്ങൾക്കും ലോണ് കിട്ടുന്ന വാഹനങ്ങളാണ്. 90% കിട്ടുന്നതുണ്ട്, 100% കിട്ടുന്ന വാഹനങ്ങളുണ്ട്. ലോൺ ചെയ്യുന്നവർ അവരാരെ ഇഷ്ടത്തിനനുസരിച്ച് ലോൺ ചെയ്യാം. അത് അവർക്ക് എത്ര വേണ്ടി അതിനനുസരിച്ച് ലോൺ ചെയ്യാം. പക്ഷെ ലോൺ കിട്ടുന്ന വാഹനം നമ്മളെ കയ്യിലുള്ളതെന്നുള്ളൂ. ഇത് 50 രൂപ ഇറക്കി അല്ലെങ്കിൽ 10 രൂപ ഇറക്കി ബാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളെ സാമ്പത്തികം നോക്കിയിട്ട് നിങ്ങൾ വാഹനങ്ങൾ ലോൺ ചെയ്യാം. വണ്ടിക്ക് 100% നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് എല്ലാ വാഹനത്തിനും. പിന്നെ ഓണർഷിപ്പിലാണെങ്കിലും കമ്പനി ഹിസ്റ്ററിയിലാണെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കുന്ന വാഹനങ്ങൾ നമ്മളെ കയ്യിലുള്ള അത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇത്രയും നമ്മളെ ഡീറ്റെയിൽസ് വരുന്നത്. ബാക്കി നിങ്ങൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. വണ്ടി കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ലൊക്കേഷനിൽ വന്നാൽ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കുക. ഓക്കെ.